എയർ ഫ്രയറിൽ ചെയ്ത നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ബട്ടർ കേക്കാണിത്. എയർ ഫ്രയർ സെറ്റ് ചെയ്താൽ 25 മിനിറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ കേക്ക് വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ബട്ടർ ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. ബട്ടർ കേക്ക് എന്ന് പറയുന്നതുകൊണ്ട് ഒത്തിരി ബട്ടറൊന്നും ആവശ്യമില്ല. 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ അത്ര വലിയ ചിലവൊന്നുമില്ല. ഇത് ഉണ്ടാക്കി ഇതുപോലെ കട്ട് ചെയ്ത് നല്ല എയർ ടൈറ്റുള്ള ഡബ്ബയിലിട്ട് വെച്ചാൽ നമുക്ക് എത്രയോ ദിവസം യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ടീ ടൈമിലൊക്കെ ഒരു 2 പീസ് എല്ലാവർക്കും കൊടുത്താൽ നല്ല സന്തോഷത്തോടെ ചായ കുടിക്കാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൈദക്കൊപ്പം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 നുള്ള് ഫുഡ് കളറും ചേർത്തിട്ടുണ്ട്. അളന്നെടുത്ത മൈദ ഒരു അരിപ്പയിലോട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂണിലേറെ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. പിന്നെ കേക്കിന് ഇത്തിരി കളർ കിട്ടാനായിക്കൊണ്ട് 2 പിഞ്ച് ഫുഡ് കളറും ചേർത്തു. ഇനി ഇതെല്ലാം കൂടി സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് അരിച്ചെടുക്കുക. ഇങ്ങനെ 2 തവണ അരിച്ചെടുത്താൽ കേക്കിൻ്റെ ഡ്രൈ മിക്സ് റെഡി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ബൗളിൽ തന്നെ നമുക്കിനി ഷുഗർ അളന്നിട്ട് കൊടുക്കാം. 3/4 കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഷുഗറിലോട്ട് തന്നെ 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം മെൽറ്റ് ചെയ്ത ബട്ടറും 1/4 കപ്പോളം മിൽക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എഗ്ഗ്, ബട്ടർ, മിൽക്ക് എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി 2 നുള്ളു ഉപ്പ്. റെഡിയാക്കി മാറ്റി വെച്ച മൈദ മിക്സ് 2-3 തവണയായി ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിന് ബീറ്ററിൻ്റെ ആവശ്യമില്ല, സ്പാച്ചുല കൊണ്ട് ചെയ്താൽ മതി. റെഡിയാക്കിയെടുത്ത കേക്ക് മിക്സ് എയർ ഫ്രയർ ട്രേയിൽ അതിൻ്റേതായ ബട്ടർ പേപ്പർ ട്രേ ഗ്രീസ് ചെയ്ത് മാറ്റി വെച്ചതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഈ ബാറ്ററിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന എയർ ബബിൾസൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിനുവേണ്ടി സ്ക്യൂവർ കൊണ്ട് നമുക്കിങ്ങനെ റൗണ്ട് ചെയ്താൽ മതി. അതിനുശേഷം 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഓവനിലോ അല്ല എന്തിലാണ് വെക്കുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിലാണ് വെക്കുന്നത്. അതിനൊരു വെച്ച് കൊടുത്തു. 20 മിനിറ്റ് മതി. ഇരുപത് മിനിറ്റിന് ശേഷം പുറത്തെടുത്ത് കുത്തി നോക്കിയപ്പോൾ സ്ക്യൂവറിൽ ഇത്തിരി ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കൂട്ടി വെച്ചു. 25 മിനിറ്റ്സ് വേണ്ടി വന്നു. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്ന് തണുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ചെറിയ കാര്യങ്ങൾ പറയാണ്. ഈ കേക്കിൻ്റെ മിക്സ് ചെയ്യാൻ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാരണ വിസ്ക് ഉണ്ടായാലും മതി. അതുപോലെ തന്നെ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ എയർ ഫ്രയറിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്കൊരു വലിയൊരു പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് തവേൻ്റെ മേലെ വെച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പ്ലം കേക്കിൻ്റെ റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. കേക്കൊക്കെ ഇതേ ചെറു പീസുകളായി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിട്ടിട്ട് അടച്ചു വെച്ചാലും മതി. കുറേ ദിവസങ്ങൾ നിൽക്കും കേടാവാതെ. ഈ ബട്ടർ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് മുട്ടിക്കൊടുത്താലും മതി. താങ്ക് യു ഫോർ വാച്ചിങ്.